Dear students, welcome to Learner's World. In this video, I'm going to talk about post-colonialism, foundations of literary theory, FAUGP, semester 5, BA English Language and Literature, Calcutta University. Post-colonialism is an important literary and cultural theory that studies the cultural, political, economic and psychological effects of colonialism. പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ലിറ്റററി ആൻഡ് കൾച്ചറൽ തിയറിയാണ്. കോളനി വാഴ്ച സമൂഹത്തിലും സംസ്കാരത്തിലും രാഷ്ട്രീയത്തിലും ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കോളനി വാഴ്ച ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനങ്ങളെ പഠിക്കുന്ന ഒരു സിദ്ധാന്തം, ഒരു സാഹിത്യ സാംസ്കാരിക സിദ്ധാന്തമാണ് പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത്. Although many countries gained political independence during the 20th century, colonial influence did not disappear completely. അതായത് 20ാം നൂറ്റാണ്ടിൽ പല രാജ്യങ്ങൾക്കും രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കോളനി വാഴ്ചയുടെ സ്വാധീനം പൂർണ്ണമായിട്ടും ഡിസപ്പിയർ ആയില്ല, അവസാനിച്ചില്ല എന്നാണ് പറയുന്നത്. വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഇറ്റ് കണ്ടിന്യൂഡ് ത്രൂ ലാംഗ്വേജ്, എഡ്യൂക്കേഷൻ, ലോ, മീഡിയ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൾച്ചർ. അപ്പോൾ ഈ കോളനി വാഴ്ച ലാംഗ്വേജ്, ഭാഷയിലും വിദ്യാഭ്യാസം, മാധ്യമങ്ങൾ തുടങ്ങിയിട്ടുള്ള മേഖലകളിലൂടെയൊക്കെ ഈ ഒരു കോളനി വാഴ്ച തുടർന്നുകൊണ്ടേയിരുന്നു. പോസ്റ്റ് കൊളോണിയൽ തിയറി എക്സാമിൻസ് ഹൗ കൊളോണിയൽ പവർ ഷേപ്ഡ് സൊസൈറ്റീസ് ആൻഡ് ഹൗ ഇറ്റ്സ് എഫക്ട്സ് കണ്ടിന്യൂ ഈവൻ ടുഡേ. അപ്പോൾ ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡി, ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ തിയറി എക്സാമിൻ ചെയ്യുന്നത്, പരിശോധിക്കുന്നത് കോളനി വാഴ്ച സമൂഹത്തെ എങ്ങനെ രൂപപ്പെടുത്തി, അതിൻ്റെ സ്വാധീനം ഇന്നും എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതൊക്കെയാണ് പരിശോധിക്കുന്നത്. ഇറ്റ് ഓൾസോ സ്റ്റഡീസ് റെസിസ്റ്റൻസ്, ഐഡൻറ്റിറ്റി ആൻഡ് ദ റിക്കവറി ഓഫ് ഇൻഡിജിനസ് കൾച്ചേഴ്സ് ആൻഡ് ഹിസ്റ്ററീസ്. അതോടൊപ്പം തന്നെ റെസിസ്റ്റൻസ് മീൻസ് പ്രതിരോധം, അതുപോലെ ഐഡൻറ്റിറ്റി, സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയൊക്കെ വീണ്ടെടുപ്പ്, ഇതിനൊക്കെ പ്രാധാന്യം നൽകി പഠിക്കുന്ന ഒരു ലിറ്റററി ആൻഡ് കൾച്ചറൽ തിയറിയാണ് പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത്. കൊളോണിയലിസം അഫക്റ്റഡ് നോട്ട് ഓൺലി ലാൻഡ് ആൻഡ് ഇക്കോണമി ബട്ട് ഓൾസോ പീപ്പിൾസ് മൈൻഡ്സ്, ലാംഗ്വേജ് ആൻഡ് ഐഡൻറ്റിറ്റി. ഈ കൊളോണിയലിസം ഭൂമിയെയും സമ്പദ് വ്യവസ്ഥയും മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിനെയും ഭാഷയെയും ഐഡൻറ്റിറ്റിനെയും ഒക്കെ സ്വാധീനിച്ചു. ഇൻ കൺട്രീസ് ലൈക്ക് ഇന്ത്യ, ഇംഗ്ലീഷ് സ്റ്റിൽ എൻജോയ്സ് ഹൈ പ്രസ്റ്റീജ് ഇൻ എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇന്നും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലും ഗവൺമെൻറ് ജോലിയിലും ഉയർന്ന സാമൂഹിക പദവിയുടെ ഒരു പ്രതീകമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഗവൺമെൻറ് ജോലി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇതിലൊക്കെ. Many legal systems, administrative structures and parliamentary institutions are based on colonial models. നമ്മുടെ നിയമ സംവിധാനവും ഭരണ സംവിധാനവും പാർലമെൻ്ററി രീതിയും ഒക്കെ കോളനി വാഴ്ചയുടെ ഒരു പാരമ്പര്യമാണെന്നാണ് പറയുന്നത്. One of the earliest post-colonial thinkers was Frantz Fanon, who explained the psychological violence of colonialism in Black Skin, White Mask and The Wretched of the Earth. He argued that colonized people often develop feelings of inferiority because they see themselves through the eyes of the colonizer. പോസ്റ്റ്-കൊളോണിയൽ ചിന്തകരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഫ്രാൻസ് ഫാനൻ. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ബ്ലാക്ക് സ്കിന്ന്, വൈറ്റ് മാസ്ക്, അതുപോലെ ദ റെച്ചഡ് ഓഫ് ദ എർത്ത്. ഈ കൃതികളിലൂടെ അദ്ദേഹം കോളനി വാഴ്ചയുടെ മാനസിക ആഘാതങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. കോളനി വാഴ്ച അനുഭവിച്ചിട്ടുള്ള ജനങ്ങൾ, കോളനൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ കോളനൈസറുടെ കണ്ണിലൂടെയാണ് സ്വയം കാണുന്നത്. അതിനാൽ തന്നെ അവർക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു അപകർഷതാബോധം അവരിൽ വളരുന്നുണ്ട് എന്ന് അദ്ദേഹം വാദിച്ചു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഒരു പോസ്റ്റ് കൊളോണിയൽ തിങ്കറാണ് നുഗുഗി വാ തിയാങ്കോ. ഇൻ ഡീകോളനൈസിങ് ദ മൈൻഡ് ആർഗ്യൂഡ് ദാറ്റ് ലാംഗ്വേജ് ഈസ് എ പവർഫുൾ ടൂൾ ഓഫ് കൊളോണിയൽ കൺട്രോൾ. ഗുഗി വാത്തിയാങ്കോ തൻ്റെ ഡീകോളനൈസിങ് ദ മൈൻഡ് എന്ന കൃതിയിൽ ഭാഷ, ലാംഗ്വേജ് കോളനി വാഴ്ചയുടെ ശക്തമായ ആയുധമാണെന്ന് പറഞ്ഞു.
He believed that recovering native languages and traditions is essential because language carries culture, memory and identity. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് നാറ്റീവ് ലാംഗ്വേജസും ട്രഡീഷൻസ്, അതായത് ഈ ഇൻഡിജിനിയസ് പീപ്പിളിൻ്റെ ലാംഗ്വേജ്, അവരുടെ പാരമ്പര്യം, ഇതൊക്കെ വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ലാംഗ്വേജ് അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരവും മെമ്മറിയും ഐഡൻറ്റിറ്റിയും ഒക്കെ വഹിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സ്വന്തം ഭാഷയും സംസ്കാരവും വീണ്ടെടുക്കുന്നതാണ് യഥാർത്ഥ വിമോചനമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഭാഷയിൽ സംസ്കാരവും ഓർമ്മകളും വ്യക്തിത്വവും അടങ്ങിയിരിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. ചിനുവ അച്ചേവ് through Things Fall Apart challenged colonial stereotypes about Africa and showed the richness and dignity of African culture. ചിനുവ അച്ചേബ തൻ്റെ തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന നോവലിലൂടെ ആഫ്രിക്കയെക്കുറിച്ചിട്ടുള്ള കോളനി വാഴ്ച സൃഷ്ടിച്ച തെറ്റായ ധാരണകളെ ചോദ്യം ചെയ്യുകയും ആഫ്രിക്കൻ സംസ്കാരത്തിൻ്റെ മഹത്വം അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. Another important thinker, Edward Said, introduced the idea of Orientalism. എഡ്വാർഡ് സൈഡ് അവതരിപ്പിച്ച ഓറിയൻ്റലിസം എന്ന ആശയം പോസ്റ്റ് കൊളോണിയൽ സിദ്ധാന്തത്തിലെ പ്രധാന കോൺട്രിബ്യൂഷനാണ്. He argued that Western writers falsely portrayed the East as backward, irrational and uncivilized in order to justify colonial domination. അദ്ദേഹം വാദിച്ചത് വെസ്റ്റേൺ റൈറ്റേഴ്സ്, അതായത് പാശ്ചാത്യ എഴുത്തുകാർ കിഴക്കൻ രാജ്യങ്ങളെ, അതായത് ഈസ്റ്റിനെ അതായത് പിന്നോക്കവും യുക്തിരഹിതവും ആയിട്ടുള്ള രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവരെ ഇറാഷണലായിട്ട്, യുക്തിരഹിതമായിട്ട്, അതുപോലെ അൺസിവിലൈസ്ഡ് ആയിട്ട്, സംസ്കാരമില്ലാത്ത രീതിയിൽ ആണ് അവരെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് അവരങ്ങനെ ചിത്രീകരിച്ച് കോളനി വാഴ്ചയെ ന്യായീകരിക്കുന്നു എന്നാണ് അദ്ദേഹം വാദിച്ചിട്ടുണ്ടായിരുന്നത്. ദിസ് ലെഡ് ടു ദ ഐഡിയ ഓഫ് othering where colonized people were treated as different and inferior. അപ്പം ഇത് ഇതിലേക്ക് നയിക്കുന്നുണ്ട്. ഈ ഒരു ആശയമാണ് അദറിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നാണ് അദറിങ് എന്ന ആശയം രൂപപ്പെടുന്നത്. അദറിങ് എന്നത് ചില ജനവിഭാഗങ്ങളെ വ്യത്യസ്തരായും താഴ്ന്നവരായും കാണുന്ന സമീപനമാണ് ഇത്. ഓക്കെ, അതായത് ഇന്നും ജാതി, മതം, ലിംഗം, ഭാഷ, പ്രദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹോമിക്കെ ബാബ ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് മിമിക്രി ആൻഡ് ഹൈബ്രിഡിറ്റി. ഹോമിക്കെ ബാബ അവതരിപ്പിച്ചിട്ടുള്ള ആശയങ്ങളാണ് മിമിക്രി, ഹൈബ്രിഡിറ്റി തുടങ്ങിയിട്ടുള്ളവ. മിമിക്രി മീൻസ് ദാറ്റ് കോളനൈസ്ഡ് പീപ്പിൾ ഇമിറ്റേറ്റ് ദ ലാംഗ്വേജ്, ഡ്രസ് ആൻഡ് ബിഹേവിയർ ഓഫ് ദ കോളനൈസർ ബട്ട് ദേ ക്യാൻ നെവർ ബിക്കം എക്സാക്ട്ലി ലൈക്ക് ദ കോളനൈസർ. അതായത് മിമിക്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് കോളനൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് കോളനി വാഴ്ച അനുഭവിച്ച ആളുകൾ കോളനൈസറുടെ ഭാഷയും അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും പെരുമാറ്റവും ഒക്കെ അനുകരിക്കുന്ന രീതിയാണ് മിമിക്രി എന്ന് പറയുന്നത്. എന്നാൽ അവർക്കൊരിക്കലും പൂർണ്ണമായും ആ ഒരു കോളനൈസറെ പോലെ ആകാൻ കഴിയില്ല. അതിനെയാണ് മിമിക്രി എന്ന് പറയുന്നത്. ഹൈബ്രിഡിറ്റി റെഫേഴ്സ് ടു ദ മിക്സിംഗ് ഓഫ് കൾച്ചേഴ്സ്, ലാംഗ്വേജസ് ആൻഡ് ഐഡൻറ്റിറ്റീസ്. മോഡേൺ സൊസൈറ്റീസ് ആർ കൾച്ചറലി മിക്സ്ഡ് ബിക്കോസ് ഓഫ് മൈഗ്രേഷൻ, ടെക്നോളജി, കൊളോണിയൽ ഹിസ്റ്ററി ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇനി അതിൻ്റെ മറ്റൊരു ടേമാണ് ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത്. ഹൈബ്രിഡിറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സംസ്കാരങ്ങളും ഭാഷകളും വ്യക്തിത്വങ്ങളും തമ്മിലുള്ള ഒരു മിക്സ്ചറിനെയാണ്, മിക്സിംഗ് ഓഫ് കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് ഐഡൻറ്റിറ്റീസ്, അതിനെയാണ് ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത്. അതായത് കുടിയേറ്റം, ആഗോളവൽക്കരണം, ഈ കോളനി വാഴ്ചയുടെ ചരിത്രം എന്നിവ കാരണം ഇന്നും സമൂഹങ്ങൾ സാംസ്കാരികമായി ഇങ്ങനെ മിക്സഡായിട്ട് ഇരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. Gayatri Chakravarti Spivak, in her essay Can the Subaltern Speak, argued that marginalized people, especially women and lower classes, are often denied the opportunity to speak for themselves. ഗായത്രി ചക്രവർത്തി സ്പിവാക്ക് തൻ്റെ ക്യാൻ ദ സബാൾട്ടൺ സ്പീക്ക് എന്ന ലേഖനത്തിൽ സ്ത്രീകൾ, താഴ്ന്ന വർഗ്ഗങ്ങൾ
തുടങ്ങിയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട, അതായത് ബാക്ക്വേർഡ് ആയിട്ടുള്ള, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് സ്വന്തം ശബ്ദമുയർത്താനുള്ള അവസരം പലപ്പോഴും നിഷേധിക്കപ്പെടുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പോസ്റ്റ് കൊളോണിയൽ തിയറി ഓൾസോ ഡിസ്കസസ് ഡീകോളനൈസേഷൻ, കൊളോണിയലിസം ആൻഡ് കൾച്ചറൽ ഇമ്പീരിയലിസം. ഈ പോസ്റ്റ് കൊളോണിയൽ സിദ്ധാന്തം ഡീകോളനൈസേഷൻ, നിയോ കൊളോണിയലിസം, കൾച്ചറൽ ഇമ്പീരിയലിസം എന്നീ ആശയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഡീകോളനൈസേഷൻ ഈസ് നോട്ട് ഓൺലി പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ബട്ട് ഓൾസോ ദ റിക്കവറി ഓഫ് ഇൻഡിജിനിയസ് നോളജ്, കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് ഐഡൻറ്റിറ്റി. ഡീകോളനൈസേഷൻ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, സ്വന്തം ഭാഷ, സംസ്കാരം, വ്യക്തിത്വം എന്നിവ കോളനി വാഴ്ചയുടെ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പ്രക്രിയയാണ് ഈ ഒരു ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത്. ന്യൂ കൊളോണിയലിസം റെഫേഴ്സ് ടു ദ കണ്ടിന്യൂഡ് കൺട്രോൾ ഓഫ് പവർഫുൾ കൺട്രീസ് ത്രൂ ട്രേഡ്, മീഡിയ, ടെക്നോളജി ആൻഡ് മൾട്ടിനാഷണൽ കമ്പനീസ്. ന്യൂ കൊളോണിയലിസം എന്ന് പറയുന്നത് അതായത് ട്രേഡ്, വ്യാപാരം, മാധ്യമങ്ങൾ, ബഹുരാഷ്ട്ര കമ്പനികൾ എന്നിവയിലൂടെ ശക്തരായ രാജ്യങ്ങൾ ദുർബല രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന പുതിയ രീതിയാണ് ന്യൂ കൊളോണിയലിസം എന്ന് പറയുന്നത്. കൾച്ചറൽ ഇമ്പീരിയലിസം മീൻസ് ഡൊമിനേഷൻ ഓഫ് വൺ കൾച്ചർ ഓവർ അനദർ ത്രൂ ഫിലിംസ്, അഡ്വർടൈസ്മെൻറ്റ്, ഫാഷൻ ആൻഡ് കൺസ്യൂമർ കൾച്ചർ. കൾച്ചറൽ ഇമ്പീരിയലിസം എന്ന് പറയുന്നത് സിനിമ, അതുപോലെ ഫാഷൻ എന്നിവയിലൂടെ ഒരു സംസ്കാരം മറ്റൊന്നിനെ ആധിപത്യം ചെയ്യുന്നതാണ് കൾച്ചറൽ ഇമ്പീരിയലിസം. Globalization spreads cultures across the world but also creates ethnocentrism, the belief that one's own culture is superior to others. ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം ലോകത്തെ ബന്ധിപ്പിക്കുന്നതിനൊപ്പം സ്വന്തം സംസ്കാരമാണ് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ളത്. അതിന് എത്നോസെൻട്രിസം എന്ന മനോഭാവത്തിന് കാരണമാകുന്നുണ്ട്. The poem My English by Alina can be read from a post-colonial perspective. ഇനി ഈ പോസ്റ്റ് കൊളോണിയലിസം ഒരു കവിതയിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അലീന എഴുതിയിട്ടുള്ള മൈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിൽ. ഈ ഒരു കവിതയിലൂടെ പോസ്റ്റ് കൊളോണിയൽ കാഴ്ചപ്പാടിലൂടെ വായിക്കുകയാണ് ഈ ഒരു കവിത. ദ പോം ഷോസ് ദാറ്റ് ഇംഗ്ലീഷ് ഇസ് നോട്ട് ജസ്റ്റ് എ ലാംഗ്വേജ് ബട്ട് എ സിമ്പിൾ ഓഫ് കൊളോണിയൽ ഹിസ്റ്ററി, കാസ്റ്റ്, ലേബർ, ഐഡൻറ്റിറ്റി ആൻഡ് സർവൈവൽ. അപ്പോൾ ഈ കവിതയിൽ ഇംഗ്ലീഷ് ഒരു ഭാഷ മാത്രമല്ല, കോളനി വാഴ്ചയുടെ ചരിത്രം, ജാതി വ്യവസ്ഥ, തൊഴിൽ, വ്യക്തിത്വം, അതിജീവനം എന്നിവയുടെ പ്രതീകമാണ്. ദ ലൈൻ മൈ ഇംഗ്ലീഷ് ഈസ് ഫസ്റ്റ് ജനറേഷൻ ഷോസ് ദ സ്ട്രഗിൾ ഓഫ് ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റീസ് ഹു ലേൺ ഇംഗ്ലീഷ് ഓൺലി റീസെൻ്റ്ലി. മൈ ഇംഗ്ലീഷ് ഈസ് ഫസ്റ്റ് ജനറേഷൻ എന്നൊരു വരി ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു വരി അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങൾ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഇംഗ്ലീഷ് പഠിച്ചതെന്ന് കാണിക്കുന്നുണ്ട്. ദ പോം പ്രസൻറ്റ് ഇംഗ്ലീഷ് ആസ് ബോത്ത് എ ലാംഗ്വേജ് ഓഫ് കൊളോണിയൽ പവർ ആൻഡ് എ ലാംഗ്വേജ് ദാറ്റ് ഓഫേഴ്സ് എഡ്യൂക്കേഷൻ, ഡിഗ്നിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഇംഗ്ലീഷിനെ ഒരേ സമയം കോളനി വൽക്കരണത്തിൻ്റെ ഭാഷയായും വിദ്യാഭ്യാസത്തിൻ്റെയും മാന്യതയുടെയും അവസരത്തിൻ്റെയും ഭാഷയായിട്ടും ഈ ഒരു കവിത അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൽ പറയുന്നുണ്ട്, by questioning ideas of correct English, the poem shows that language is shaped by history and social inequality. അതായത് ശരിയായ ഇംഗ്ലീഷ്, കറക്റ്റ് ഇംഗ്ലീഷ് എന്ന ധാരണയെ ചോദ്യം ചെയ്തുകൊണ്ട് ഭാഷ ചരിത്രവും സാമൂഹിക സമത്വവും രൂപപ്പെടുത്തുന്നതാണെന്ന് ഈ ഒരു കവിത വ്യക്തമാക്കുന്നുണ്ട്. ഇറ്റ് ഫൈനലി റിക്ലൈംസ് ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് ത്രൂ വിച്ച് മാർജിനലൈസ്ഡ് പീപ്പിൾ എക്സ്പ്രസ് ദെയർ എക്സ്പീരിയൻസ് ആൻഡ് റെസിസ്റ്റൻസ്. ഒടുവിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അനുഭവങ്ങളും അവരുടെ റെസിസ്റ്റൻസ്, അവരുടെ പ്രതിരോധം പ്രകടിപ്പിക്കുന്ന ഒരു ഭാഷയായിട്ട് ഇംഗ്ലീഷിനെ ഈ കവിത തിരിച്ചു പിടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ പോസ്റ്റ് കൊളോണിയലിസത്തിനെ കൺക്ലൂഡ് ചെയ്യാം. പോസ്റ്റ് കൊളോണിയലിസം ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് ഹൗ കൊളോണിയൽ ഹിസ്റ്ററി കണ്ടിന്യൂസ് ടു ഇൻഫ്ലുവൻസ് ലാംഗ്വേജ്, കൾച്ചർ, ഐഡൻറ്റിറ്റി, എഡ്യൂക്കേഷൻ, പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി. പോസ്റ്റ് കൊളോണിയലിസം കോളനി വാഴ്ചയുടെ ചരിത്രം ഇന്നും ഭാഷയെയും സംസ്കാരത്തെയും വ്യക്തിത്വത്തെയും രാഷ്ട്രീയത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. It questions colonial stereotypes, gives importance to the voices of marginalized people and encourages the recovery of indigenous cultures and histories. ഇത് ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡി കോളനി വാഴ്ച സൃഷ്ടിച്ച സ്റ്റീരിയോടൈപ്സ്, മുൻവിധികളെയും അധികാരബന്ധങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ, മാർജിനലൈസ്ഡ് പീപ്പിളിൻ്റെ ശബ്ദത്തിന് പ്രാധാന്യം നൽകുകയും അവരുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു റിക്കവറി, ഒരു വീണ്ടെടുപ്പ് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു.
through the ideas of Frans Fanon, Edward Said, Homike Baba, Spivak Ngugi wa Thiago, and Chinua Achebe, post-colonial theory explained the relationship between power, identity, language, and resistance, making it one of the most important literary theories today. ഫ്രാൻസ് ഫാനൻ, അതുപോലെ ഹോമിക്കെ പാപ്പ, സ്പിവാക്ക്, അച്ചേബ തുടങ്ങിയ ചിന്തകരുടെ ആശയങ്ങളിലൂടെ അധികാരം, വ്യക്തിത്വം, ഭാഷ, റെസിസ്റ്റൻസ്, പ്രതിരോധം എന്നിവ തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നതിനാൽ പോസ്റ്റ് കൊളോണിയലിസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യ സിദ്ധാന്തങ്ങളിൽ ഒന്നാണെന്ന്